നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് പൈത്തൺ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുമാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അത് പോയി കണ്ടിട്ട് വേണം ആദ്യ പ്രോഗ്രാം റൺ ചെയ്യുന്ന ഈ വീഡിയോ കാണാൻ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇന്ന് നമുക്ക് പൈത്തൺ ഐഡിയൽ ഉപയോഗിച്ച് പ്രോഗ്രാമുകൾ എങ്ങനെ റൺ ചെയ്യാമെന്ന് കാണാം. പൈത്തണിൽ പ്രോഗ്രാം റൺ ചെയ്യാൻ പ്രധാനമായ രണ്ട് മോഡലുകളാണുള്ളത്: ഇൻട്രാക്റ്റീവ് മോഡ് ആൻഡ് സ്ക്രിപ്റ്റ് മോഡ്. ഇവ രണ്ടിൻ്റെയും വ്യത്യാസം നമുക്ക് ആദ്യമേ നോക്കാം. പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം സ്റ്റാർട്ട് മെനുവിൽ IDLE എന്ന് ടൈപ്പ് ചെയ്യുക. പൈത്തൻ്റെ ഡിഫോൾട്ട് എഡിറ്ററാണ് IDLE, അതായത് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഇതാണ് ഇൻട്രാക്റ്റീവ് മോഡ്. ഇവിടെ പൈത്തൺ കമാൻഡുകൾ ഓരോന്നായി നൽകി അപ്പോൾ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ 2+3 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ തന്നെ അവിടെ ഔട്ട്പുട്ടായിട്ട് 5 എന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. നമുക്ക് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാനായി പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഡബിൾ കോഡ്സിൽ ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുമ്പോഴും ഉടൻ തന്നെ നമുക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ഇൻട്രാക്റ്റീവ് മോഡിൻ്റെ പ്രത്യേകത. അടുത്തതായി നമുക്ക് സ്ക്രിപ്റ്റ് മോഡ് എന്താണെന്ന് നോക്കാം. ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ ഫയൽ എടുക്കുമ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പണായി വരും. അതാണ് സ്ക്രിപ്റ്റ് മോഡ്. വലിയ ലോങ് ആയിട്ടുള്ള പൈത്തൺ പ്രോഗ്രാമുകൾ എഴുതാനും ഫയലായി സൂക്ഷിക്കാനും ആവശ്യമുള്ളപ്പോൾ റൺ ചെയ്യാനും ഈ മോഡ് നമ്മൾ ഉപയോഗിക്കുന്നു. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. സ്ക്രിപ്റ്റ് മോഡിൽ നമുക്ക് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാനായി പ്രിൻ്റ് ഡബിൾ കോഡ്സിൽ വെൽക്കം ടു പൈത്തൺ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ആ ഫയൽ സേവ് ചെയ്യാനായി ഫയൽ മെനുവിൽ നിന്ന് സേവ് എടുക്കുന്നു. ഏത് ലൊക്കേഷനിലാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് അവിടെ പോയി ഫയൽ നെയിമായിട്ടുള്ള ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ സേവ് ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫയൽ സേവ് ആകുന്നു. ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കാണാനായി റൺ മെനുവിൽ പോയി റൺ മൊഡ്യൂൾ കൊടുക്കുക, അല്ലെങ്കിൽ F5 എന്ന ഷോർട്ട് കട്ട് കീ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച സ്ക്രിപ്റ്റ് ഇൻട്രാക്റ്റീവ് മോഡിലുള്ള വിൻഡോയിൽ IDLEയിൽ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പൈത്തൺ IDLE എങ്ങനെ ഉപയോഗിക്കാമെന്നും എങ്ങനെ ആദ്യത്തെ പ്രോഗ്രാം എഴുതാമെന്നും മനസ്സിലായോ? അടുത്ത വീഡിയോയിൽ നമുക്ക് പൈത്തൺ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു എഡിറ്ററായ VS കോഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുമെന്നും ഇൻസ്റ്റാൾ ചെയ്യുമെന്നും പഠിക്കാം. അത് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് അത് അടുത്ത വീഡിയോയിൽ പഠിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇനി വരുന്ന ക്ലാസ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.